ഹലോ, വെൽക്കം ബാക്ക് ടു another വീഡിയോ ഫ്രീ അക്കൗണ്ട്സ്. ചെക്കുകളെ കുറിച്ചുള്ള നമ്മുടെ മുൻപത്തെ ഒരു ക്ലാസ് വന്നൊരു ഡൗട്ടാണ്. ഇന്റർനെറ്റ് ബാങ്കിങ് വ്യാപകമായ സ്ഥിതിക്ക് ഈ ചെക്കിന്റെ ഒക്കെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത്. സോ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ ചെക്കിന്റെ ഇമ്പോർട്ടൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്റർനെറ്റ് ബാങ്കിങ് കൂടുതലായി ഉപയോഗിക്കുന്ന ഇക്കാലത്ത് ചെക്കിന്റെ പ്രാധാന്യം കുറഞ്ഞുവെന്ന് നമുക്ക് തോന്നിച്ചേക്കാം. എന്നിരുന്നാലും ചില നിർണായക സാഹചര്യങ്ങളിൽ ചെക്ക് ഇപ്പോഴും പ്രധാനപ്പെട്ടതാണ്. അവ ഏതെന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്നാമതായി, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് ഫീസ് അടയ്ക്കുന്നത്. ചില എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്നും ചെക്ക് വഴിയുള്ള ട്രാൻസ്ഫർ ആണ് പ്രിഫർ ചെയ്യുന്നത്, പ്രത്യേകിച്ചും വലിയ തുകയുള്ള എമൗണ്ടുകൾക്കായിട്ട്. മറ്റൊന്ന്, ബിസിനസ് ട്രാൻസാക്ഷൻസ്. ബിസിനസ് ട്രാൻസാക്ഷൻസിൽ ചെക്ക് യൂസ് ചെയ്യുന്നത് വിശ്വാസ്യതയ്ക്ക് അടയാളമായാണ് കണക്കാക്കുന്നത്. അടുത്തതായി, വളരെ വലിയ തുകയുള്ള എമൗണ്ടുകൾ. ഇന്റർനെറ്റ് ബാങ്കിങ്ങിന്റെ ട്രാൻസ്ഫർ പരിധി പരിശോധിച്ചാൽ ചെക്ക് വഴി പണം നൽകുന്നതാണ് കൂടുതൽ സൗകര്യപ്രദം. കൂടാതെ ചെക്ക് ഒരു എഴുതി നൽകുന്ന രേഖയായതിനാൽ നിയമപരമായ ഒരു തെളിവായി ചെക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇന്റർനെറ്റ് സൗകര്യങ്ങൾ ഇല്ലാത്ത പ്രദേശത്തും സ്മാർട്ട് ഫോൺ ഉപയോഗത്തിൽ എക്സ്പെർട്ട് അല്ലാത്തവർക്കും, എസ്പെഷ്യലി സീനിയർ സിറ്റിസൺസും, ചെക്ക് ഇപ്പോഴും വളരെ യൂസ്ഫുൾ ആണ്. കൂടാതെ ചെറിയ സ്ഥാപനങ്ങളിൽ ഇപ്പോഴും ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ ചെക്ക് യൂസ് ചെയ്യാറുണ്ട്, പ്രത്യേകിച്ച് വളരെ ലളിതമായ അക്കൗണ്ടിംഗ് ആവശ്യങ്ങൾക്കായി. അടുത്തതായി, വായ്പകൾക്കും ലോണുകൾക്കുമായുള്ള രേഖപ്പെടുത്തലുകൾ. പലവട്ടം ലോൺ അപേക്ഷയുമായി ചെല്ലുമ്പോൾ ബാങ്കുകളിൽ പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് ആവശ്യപ്പെടാറുണ്ട്. ഇത് ഭാവിയിലേക്കുള്ള ഒരു തിരിച്ചടവിന്റെ അടയാളമായാണ് കണക്കാക്കുന്നത്. ഇന്റർനെറ്റ് ബാങ്കിംഗ് സൗകര്യങ്ങൾ വളരെ ഫാസ്റ്റും സെക്യൂറും ആണെങ്കിലും ചെക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് ഇപ്പോഴും നിലനിർത്തുന്നുണ്ട്. താങ്ക് യു.